അത് ഓഫ് ചെയ്തേ. വയനാട് ജനവാസ മേഖലയിൽ കടുവ ഭീതി പരത്തുന്നു. 4 ദിവസമായി വനപാലകരും പോലീസും കെണിയൊരുക്കി കാത്തിരിക്കുകയാണ്. അവരെ രക്ഷിക്കാൻ ഫോറസ്റ്റ് ആരെങ്കിലും ഉണ്ട്. നമ്മളാരും രക്ഷിക്കളിയാ? അതിന് ഇവിടെ എവിടെ നിന്ന് പുലി? വെറും പുലിയല്ല, ദോ വരട് തള്ളു സുഗുണൻ. ചുമ്മാരി, ഇനി അവൻ വന്നാൽ കൂടുതൽ മൈൻഡ് ചെയ്യല്. എന്താ ഈ പത്രത്തിൽ വാർത്തകൾ? പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ അടുത്താണ്, ഞാൻ നോക്കട്ടെ. വയനാട്ടിൽ ജനവാസ മേഖലയിൽ കടുവ ഭീതി പരത്തുന്നു. ശരിയടേ, നമ്മൾ പോണു. ആന്തര പോക്ക് ഇരിയടാ അവിടെ. ഇന്നലെ രാത്രി പാലോട് ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു. ഓ, മറ്റേ അക്കേഷ തടി മോട്ടിച്ച കേസല്ലേ? ആര് മോട്ടിച്ച്? എടാ, അന്ന് അവിടെ കരടി ഇറങ്ങിയപ്പോഴത്തേക്ക് അതിനെ ഓട്ടിക്കാൻ വേണ്ടി ഞാൻ ഒരു തടി എടുത്തേയില്ലേ. ഞാൻ ഉള്ളതുകൊണ്ട് എല്ലാവരും ഒന്ന് രക്ഷപ്പെട്ടു. ശരി ശരി, ഞാൻ പോട്ടാടേ. എനിക്ക് കാട്ടക്കട വരെ പോണം. കാട്ടാക്കട പുലി ഇറങ്ങിയ നീ അറിഞ്ഞ? കേള്, അതല്ലേ രസം. ആളുകൾ ഓട്ടവും വിളിക്കും. ഫയർഫോഴ്സുകാർ ഫോറസ്റ്റുകാരൊക്കെ വന്ന് പഠിച്ച പണി 18 നോക്കി നടന്നു. അങ്ങനെ ആനയെ കൊടുത്ത് അജിയണ്ണ എന്നെ വിളിച്ചിട്ട് പറഞ്ഞടേ സൂണ, നീ ഇത് ഇടപെടണം. ഞാൻ ചെന്നിറങ്ങിയതും കാട്ടുമൂപ്പ എൻ്റെ മുമ്പിൽ വന്ന ഒരു നിപ്പ്. കാട്ടുമൂപ്പനാ? പഞ്ചായത്ത് പ്രസിഡന്റ്. നിറ വായിൽ മുറുക്കാനും വെച്ചുകൊണ്ട് അങ്ങേര് എൻ്റെ അടുത്ത് പറയുകയാണ്. പിന്നെ ഞാൻ ഇറങ്ങി നേരെ പുലിയെ അടിച്ച് പടക്കി ചാക്കി കെട്ടി അപ്പം തന്നെ പാക്ക് ചെയ്യും. പഞ്ചായത്ത് പ്രസിഡന്റ് പറയും, ഞങ്ങളുടെ കാട്ടാക്കൂടെ പുലി ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ വിളിക്കുന്നത് സുഗുണാന്ന. ഞങ്ങൾക്ക് അത്രയ്ക്ക് വിശ്വാസമാ. മുരുക മുരുക പുലി മുരുക, അമ്പരമുയരണം വേൽ മുരുക, പോരിനിറങ്ങിയ പോരഴക. സീരിയസ് ആയിട്ട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പാട്ട് വന്നടാ. കഥ മൊത്തം നീ പറഞ്ഞില്ലേടേ, പിന്നെ അവനിത്തിരി പാട്ട് വഴിയാന്ത്? എടാ ഉള്ളതെന്ന്. ഓ മൊത്തം പുലി ഇറങ്ങിയെന്നാ? എവിടെ? ഇങ്ങോട്ട് വരണെന്നാ? അളിയാ, പുലി ഇറങ്ങിയെന്ന്. ഇത് വേണമെങ്കിൽ ഓടിക്കോ. നീ പുലിയെ പിടി. കൂറ്റൻ രാജവെമ്പാലെ കയ്യിലെടുത്ത് വാവാ സുരേഷ്. ബാബാ സുരേഷിനെ പാമ്പിനെ പിടിക്കാൻ പഠിപ്പിച്ച ഞാനാണ്. ആ കഥ കേൾക്കണോ? ഫോളോ ചെയ്യാൻ മറക്കല്ലേ.